യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നാം ആയിരുന്നിടത്തൊക്കെയും കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ദൈവം നമ്മെ അതിശയമായിട്ട് അത്ഭുതമായിട്ട് നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് ദൈവത്തിന്റെ സന്നി നന്ദിയോടെ ആയിരിക്കാം. നാം നന്ദിയോടെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗം സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവിക മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കാലം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആ കർത്താവിന്റെ ബലമുള്ള കൈക്ക് നമുക്ക് തന്നെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ കരം ചലിക്കും. പ്രിയ ദൈവപൈതലെ, ചില വിഷയങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലമായിട്ടും നിരാശയിലാണോ ആയിരിക്കുന്നത്? ഭാരപ്പെടേണ്ട. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ദൈവം ഇന്ന് ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ തിരുവചനത്തിൽ വളരെയധികം പ്രശസ്തി അതിനകത്തുണ്ട്. സ്തോത്ര. നാം വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന, നിരാശപ്പെടുന്ന, ആകുലപ്പെടുന്ന, ഭയപ്പെടുന്ന വിഷയങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചിലത് മാറിപ്പോകുവാനായിട്ട് ഇടയത്തിര, നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറക്കുവാനായിട്ട് ഇടയത്തിര. ദൈവത്തിന്റെ അത്ഭുതകരമായ വഴികളിൽ കൂടെ നിങ്ങൾ ദൈവീക വിടുതലുകളിലേക്ക് എത്തുവാനായിട്ട് ഇടയായിത്തീര. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, ചില വിഷയങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകുലരാണോ, നിരാശരാണോ? ഈ പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അതിന്റെ നടുവേ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. മോശ കടലിന്മേ കൈ നീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ വായിച്ച ഭാഗം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേൽ ജനതയെ ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് മോശ മുഖാന്തരം കൊണ്ടുവരുവാനായിട്ട് ഇടയെത്തുന്നു. എന്നാൽ യാത്രയുടെ മധ്യത്തിൽ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കാകുന്നത് പോലെ അവരുടെ മുമ്പിൽ ഒരു പ്രതികൂലം കടന്നു വരുന്നു. അതിന്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലപൊക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഉയർത്തി മിസ്രയീമിൽ പിന്നാലെ വരുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവിടെ വെച്ച് അവരുടെ ജീവിതത്തിനകത്ത് ഒരു ഭയം കടന്നു വരുന്നു. കാരണം എന്താ? അവരെ പിൻപറ്റി ആര് കടന്നു വരുന്നുണ്ട്? മിസ്രയീമ്യർ കടന്നു വരുന്നുണ്ട്. ഇവരെ പിടിക്കുവാൻ, ഇവരെ പിന്തുടരുവാനായിട്ട്, ഇവരെ തിരിച്ചു കൊണ്ടുപോകേണ്ടതിനായിട്ട് മിസ്രയീമ്യർ കടന്നു വരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഭയപ്പെട്ട് യഹോവയോട് നിലവിളിക്കുവാൻ തയ്യാറായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, മുമ്പിലും പിന്നിലും ചില വിഷയങ്ങൾ കണ്ട് നിന്നെ പിറകെ നിൽക്കുന്ന ചില വിഷയങ്ങൾ നിന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് കാണുമ്പോൾ ഹല്ലേലൂയ നീ ഭയപ്പെട്ട് നിലവിളിക്കുന്ന വ്യക്തിയാണോ? നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാനുഷിക കരമായിരിക്കില്ല. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അത് മാനുഷിക കരങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആ വിഷയത്തിനകത്തൊരു പരിഹാരം ലഭിക്കുവാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാം. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര, സർവവ്യാപിയായിരിക്കുന്ന ദൈവത്തിന്റെ കര നിങ്ങൾ ഭയപ്പെടുന്ന, അതിനകത്തുനിന്ന് ഭയത്തിൽ നിന്ന് വരുന്ന നിലവിളുടെ നടുവിലേക്ക് എൻ്റെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ ഭയപ്പെട്ടു, അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായി. മോശ ഇസ്രായേൽ ജനതയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവേൻ.
യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ആമേ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ പിറുപിറുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ മോശ ഇസ്രായേൽ ജനതയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി. ഹല്ലേലൂയ. പിന്നെ പ്രിയ ദൈവ പൈതലേ, പിന്നെ ചില ശക്തികൾ നിന്നെ സ്തോത്രം പിടിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ടായിരിക്കാം. ചിലതിനെ പിൻവലിച്ചു കൊണ്ടുപോകാനായിട്ട് കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ദൈവ പൈതലേ, നീ അതിനെ കണ്ട് ഭയപ്പെടുകയല്ല. നീ ഇവിടെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയെ തീർന്ന, ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ ഉള്ളത്. തന്നിൽ ഏകാഗ്ര ചിത്രരായിരിക്കുന്നവർക്ക് തന്നെക്കാൾ ബലവാനെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ ഉള്ളത്. ആര് ദൈവസ്ഥനിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവോ അവർക്ക് വേണ്ടിയ ദൈവത്തിന്റെ മഹാശക്തിയുടെ ബലത്തെ താൻ ഉപയോഗിക്കുവാനായിട്ട് ഇടയെത്തുന്നത്, തന്റെ ശക്തിയെ ഉപയോഗിക്കുവാനായിട്ട് ഇടയെത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേലിന്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോ എബ്രായർ ബാലന്മാർ തങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന വിഷയങ്ങളുടെ നടുവേ തീയുടെ ശക്തി വർദ്ധിച്ചപ്പോഴും വർദ്ധിപ്പിക്കുമെന്ന് അറിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദൈവം ഞങ്ങൾ വിടുവിച്ചാലും വിടുവിച്ചില്ല എങ്കിലും ഈ ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാലന്മാർ ദൈവത്തിന്റെ മുമ്പാകെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് തീയുടെ ശക്തിയെ കെടുത്തുന്ന ദൈവത്തിന്റെ മഹാശക്തി ആ 7 മടങ്ങ് തീ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അതിലേക്ക് ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ ഓടിപ്പോകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ നീ ദൈവത്തിന്റെ മുമ്പാകെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവെക്ക് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നമുക്കുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നമ്മെ ഭയപ്പെടുത്തിയിരിക്കാം, പ്രതികൂലങ്ങൾ നമ്മെ ആകുലരാക്കി കളഞ്ഞിരിക്കാം. പക്ഷെ അതിനകത്ത് സ്തോത്ര ഒരു ദൈവ പൈതൽ എങ്ങനെ നിൽക്കുന്നു എന്നതാ ദൈവം നോക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നാം തിരിച്ചറിയണം, എന്റെ കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങൾ ആ പ്രതികൂലങ്ങളെ ഹല്ലേലൂയ കണ്ട് പതറിപ്പോകാതെ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ എത്ര തീയുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ, പ്രതികൂലത്തിന്റെ ആഴങ്ങൾ എത്ര തന്നെ വർദ്ധിച്ചു കഴിഞ്ഞാല് പ്രിയ ദൈവ പൈതലെ അതിനൊരു കേടും പറ്റാതെ വേണം, അതിന്റെ ഗന്ധം പോലും നിന്റെ ശരീരത്തെ തൊടാതെ വേണം നിന്നെ പുറത്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതികൂലം കണ്ട് ഭാരപ്പെടുവാനല്ല, പ്രതികൂലങ്ങൾ കണ്ട് ഭയപ്പെടുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചിറക്കിയത്. സ്തോത്രം. നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാക്കുന്നു. നീ ദൈവസ്ഥനിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. നിന്നെ ഉലച്ചു കളയുവാനായിട്ട്, നിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു കളയുവാനായിട്ട് ചിലത് നിന്റെ മുമ്പാക്കി കടന്നു വന്നിരിക്കാം. പക്ഷേ നാം ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിലുള്ള നോട്ടത്തിൽ ഉറപ്പിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്ര. അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയത്തിന്, ചഞ്ചലിച്ചു പോകുന്ന ഹൃദയവുമായിട്ട് നിൽക്കുവാനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്. ശത്രുക്കൾ പിൻവാങ്ങി പോകുവാനായിട്ട് ഇടയായിത്തീരും, അവിടെ ഇടറി വീഴുവാനായിട്ട് ഇടയായിത്തീരും, നിന്നെ എത്തിക്കേണ്ടടുത്ത് ഉടയവൻ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന് മോശ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ഹല്ലേലൂയ. നീ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുമ്പിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ കണ്ട് നീ നിലവിളിക്കുന്നുണ്ടായിരിക്കാം, ആകുലപ്പെടുന്നുണ്ടായിരിക്കാം, നീ സ്റ്റക്കായി പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതിനകത്ത് ഉറച്ചു നിൽപ്പിൻ. ഹല്ലേലൂയ. കാരണം എന്താ? നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരു പ്രവൃത്തിയുമായി കടന്നു വരുന്നു. ഹല്ലേലൂയ. ഇതുവരെ നീ കാണാത്ത ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ഇതുവരെ ആർക്കു വേണ്ടി വെളിപ്പെടുത്താത്ത ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിനായിട്ട് ദൈവം നിന്റെ മുമ്പാകെ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു.
യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീ. സ്തോത്രം. എന്നാണ് ഇസ്രായേൽ ജനം ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്? അന്ന് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലം നീ ചില വിഷയത്തിനകത്ത് ആകുലമെങ്കിൽ എന്തെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. നീ ഭയപ്പെടുന്ന ദിവസത്ത് ഹല്ലേലൂയ ചില ഭയങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയത്തില്ല. നിന്നെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ നിന്ന് മാറുവാനായിട്ട് ഇടയത്തില്ല. ഇന്ന് എന്ന് പറയുന്നതിന് ദൈവത്തിന് വളരെയധികം പ്രശസ്തി ഉണ്ടെങ്കിൽ ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവത്തിലെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുടെ അകത്തേക്ക് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് മുതൽ ചലിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന ചിലത് കണ്ടുകൊള്ളുവാൻ ഹല്ലേലൂയ നാം തയ്യാറാക്കുക. സ്തോത്രം. ചിലതിനെയൊക്കെ കണ്ടു ഭയപ്പെടുന്നില്ലേ? ചിലതൊക്കെ വന്നു ഭവിക്കുമെന്ന് വിചാരിച്ചു ഭയപ്പെടുന്നില്ലേ? അതേ സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ഭയപ്പെടുന്നതിനെ ദൈവം മാറ്റിക്കളയുവാനായിട്ടിടയത്തിലും അതിനകത്ത് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ രക്ഷ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. അതേ സ്തോത്രം. രക്ഷിക്കുന്ന വീരനായി നമ്മുടെ നടുവിലിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷ. ഹല്ലേലൂയ. പ്രിയ കുടുംബമേ, പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായി നമ്മുടെ നടുവിലുള്ള ദൈവമത്രേ, നമ്മുടെ മധ്യേ ഉള്ള ദൈവമത്രേ. ആ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. ഏത് വിഷയത്തിനകത്ത് നിങ്ങൾ ആകുലപ്പെട്ടാൽ അതിന്റെ നടുവിലേക്ക് ഒരു മാനസിക കരം കൊണ്ട് നിങ്ങളെ അതിനകത്തുനിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ സർവ്വസൈന്യാധിപനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അതേ മഹാശക്തിയുള്ള ദൈവത്തിന്റെ ശക്തി, ആ കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാള് കാണുകയില്ല. സ്തോത്ര. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. നീ ഇതുവരെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട നിലവിളിച്ച അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിലും ചില വാക്കുകൾ കേട്ട് നീ ഭയപ്പെട്ട് കാണുമായിരിക്കാം. നിന്റെ ശരീരത്തിൽ കടന്നു വന്ന ചില രോഗം മുഖാന്തര രോഗത്തിന്റെ ലക്ഷണം കണ്ട് നീ ഭയപ്പെട്ട് കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഹല്ലേലൂയ നീ ഇനി ഒരു നാൾ കാണുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ നീ കണ്ട ചില വിഷയങ്ങളുടെ നടുവേ നീ ഭയപ്പെടുമ്പോ അത് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്ന പകൽക്കാലം അത്രേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ അത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, നിന്നെ ആകുലപ്പെടുത്തുന്നുണ്ടായിരിക്കാം, നിന്നെ നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലത് നിന്റെ മുമ്പാകെ നിന്ന് മാറാൻ പോകിയ കാരണം സകലതിനെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശക്തികളെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തെ തകർത്തു കളയുമെന്ന് പറഞ്ഞ് കടന്നു വരുന്ന, ചിലതിനെ മാറ്റുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവമത്രേ നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാൾ കാണുകയില്ല. ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. സ്തോത്രം. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുവാനായിട്ടിടയത്തിരും. ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ടിടയത്തിരും. മുമ്പിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, അതിന് നോക്കി പറയുക, ഇന്ന് ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇത് എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ധൈര്യമായിരിക്കാൻ തയ്യാറാക്കുക. ചിലത് നിന്റെ മുമ്പിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. എന്തുകൊണ്ടാ അങ്ങനെ പറയുവാൻ കാരണം? യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയതേ മക്കളെ, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാഗൽഭ്യം കൊണ്ടോ അല്ല ഒന്നും നടക്കാൻ പോകുന്നത്. ആരാ? യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് എന്റെ സർവശക്തനായ ദൈവം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. സ്തോത്ര. ഒരു മാനുഷിക കരം കൊണ്ട് ചിലപ്പോൾ വിടുവിക്കാൻ പറ്റാത്ത വിഷയം കൂടെ നടുവിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ഒരു മാനുഷികമായിട്ടുള്ള കരത്തിൽ നിന്നല്ല, മാനുഷികമായ ബുദ്ധി നിന്നല്ല. ഹല്ലേലൂയ. സർവ്വതിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ഉടയവന്റെ ബുദ്ധിയിൽ നിന്ന്, ആ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ നിന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ടിടയെത്തിരുമ്പോ നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം.
അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയാ. പ്രിയ ദൈവ പൈതലേ, നീ ശബ്ദം കേൾക്കുമ്പോ ഹല്ലേലൂയ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടുന്നുണ്ടായിരിക്കാം, നിരാശപ്പെടുന്നുണ്ടായിരിക്കാം, സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരിക്കാം. കാരണം പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിന്നെ പിടിക്കുവാൻ കടന്നു വരുന്ന ചില മിശ്രമെ കാണുമായിരിക്കാം. മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങളായിരിക്കാം. പക്ഷെ എന്റെ ദൈവത്തിൽ നിന്ന് പറയാനിട്ടുള്ളത്, ചെങ്കടനെ മാറ്റി നിന്നെ അക്കരെ എത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. നീ മുന്നോട്ട് പോകാ. സ്തോത്രം. നീ ഭയപ്പെടേണ്ട. സ്തോത്രം. മുന്നിലോട്ട് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മുങ്ങിപ്പോകുമോ എന്നോർത്ത് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്നെ മുക്കിക്കളയുന്ന ഒരു ദൈവമല്ല നിന്റെ കൂടെ ഉള്ളത്. സ്തോത്ര. മറിച്ച് അതിനകത്ത് നിന്നെ ജയത്തോടെ നടത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ ഉള്ളത്. സ്തോത്ര. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര, വെള്ളം നിന്റെ മുമ്പാകെ കടന്നു വരും, പക്ഷേ അതിന് മുങ്ങിപ്പോകുവാൻ ഇടയാക്കാത്തൊരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. അതെ, ആ താങ്ങുന്ന ദൈവത്തിന്റെ കരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. മുന്നിൽ ചെങ്കൽ പോലത്തെ വിഷയങ്ങളായിരിക്കാം, ആർത്തിരച്ച് കടന്നു വരുന്നുണ്ടായിരിക്കാം. ഏത് സമയം അത് നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ് ഭയം നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ പിറകിലേക്ക് കടന്നു പോകുവാൻ കഴിയാതെ നീ ചിലതിനെ കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര, നിന്നോട് കൂടെ സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ രക്ഷിക്കുന്ന വീരനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവം നിന്നെ ശക്തീകരിക്കുവാനായിട്ട് ഇടയത്തിരാ. ആ ദൈവം നിന്നെ സഹായിക്കുവാനായിട്ട് ഇടയായിത്തീരാ. തന്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഈ പകൽക്കാലം ദൈവം നിങ്ങളെ താങ്ങുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ശത്രു പറഞ്ഞിരിക്കാം, ഇപ്പോൾ എന്റെ കയ്യിൽ കിട്ടുക, ഇപ്പോൾ ഞാൻ അവനെ പിടിക്കും, ഇപ്പോൾ അവനെ കൊള്ള പങ്കിടും എന്നൊക്കെ പറഞ്ഞ് കടന്നു വരുന്നുണ്ടായിരിക്കാം. അവൻ ആര് രക്ഷിക്കും? ഇതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കാം. പക്ഷെ നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അതെ, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അതുകൊണ്ട് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതെ, നീ നദികളിൽ കൂടി കടക്കുമ്പോ അവൻ നിന്റെ മീതെ കവികയില്ല. സ്തോത്ര. ഒരു പ്രശ്നം നിന്റെ തലയ്ക്ക് മീതെ കവിയാനായിട്ട് ഇടയാകാതവണ നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രശ്നങ്ങൾ കടന്നു വരികയില്ല എന്നല്ല, ചെങ്കടൽ പോലത്തെ വിഷയങ്ങൾ കടന്നു വരികയില്ല എന്നല്ല, ഒരു വിഷയം മാറുമ്പോ മറ്റൊരു വിഷയം കടന്നു വന്നിരിക്കാം ദൈവ പൈതന്റെ ജീവിതത്തിൽ. പക്ഷെ അത് നിന്നെ മുക്കിക്കളയാതവണ, അത് നിന്റെ തലയ്ക്ക് മീതെ കവിയാതവണ നിന്നെ കാക്കുന്ന, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സർവശക്തന്റെ കരത്തിലെത്ര ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. സ്തോത്രം. ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഈ പകൽക്കാലം ചലിക്കുക. സ്തോത്ര. ചില വിഷയങ്ങൾ നിങ്ങളെ മുക്കിക്കളയുന്നുണ്ടെന്നുള്ള ഒരു ആകുല നിങ്ങളെ ഭരിക്കുന്നുണ്ടായിരിക്കാം. ചില വിഷയങ്ങൾ കൊണ്ട് ഇതിനകത്ത് നീ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരു വിഷയം നിന്റെ തലയ്ക്ക് മീതെ കവിയാതവണ ഈ പകൽക്കാലം എങ്ങനെ കടന്നു വന്നോ ആ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാം. സംത്രമേ, നീ പിൻവാങ്ങുന്നത് എന്താ എന്ന ചോദ്യം പോലെ അതെ, ചിലത് പിൻവാങ്ങി പോകും. നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ്, നിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് ഈ പകൽക്കാലം പിൻവാങ്ങി പോകുക. കാരണം നിനക്ക് വേണ്ടി ഇറങ്ങുന്നത്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമത്രേ, മഹാവീരനായിരിക്കുന്ന ദൈവമത്രേ, യുദ്ധവീരനായിരിക്കുന്ന ദൈവമത്രേ. ഈ പകൽക്കാലം അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയുടെ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. അതുകൊണ്ട് ഭയങ്ങൾ മാറ്റിവിടുക. സ്തോത്രം. ദൈവത്തിന്റെ കാര്യം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, നീ നദികളിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്നോട് കൂടിയിരിക്കും, അവൻ നിന്റെ മീതെ കവിയത്തില്ല. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കുക, ഒരു വിഷയം നിന്റെ തലയ്ക്ക് മീതെ കവിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിന് പരിഹാരം കർത്താവിന്റെ പക്കലുണ്ട്. സ്തോത്രം. അവിടെ കാണുന്നു, നീ തീ കൂടി നടന്നാൽ വെന്തു പോകേല, അഗ്നിചോല നിന്നെ ദഹിപ്പിക്കേല. സ്തോത്രം. ഹല്ലേലൂയ.
ചിലത് ദഹിപ്പിക്കുവാൻ കടന്നു വരുന്ന വിഷയങ്ങളെ ദൈവം ഈ പകൽക്കാലം മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശ കടലിന്മേ കൈ നീട്ടി യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഹല്ലേലൂയ. ഒരു മാനുഷിക ബുദ്ധി കൊണ്ടും നടക്കാത്ത ഒരു കാര്യം. സ്തോത്ര. ഹല്ലേലൂയ. ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നടുവിലേക്ക് സ്തോത്ര ചെങ്കടൽ പോലെ മുന്നിൽ നിൽക്കുന്ന വിഷയത്തെ നിങ്ങൾ കടക്കും. ഹല്ലേലൂയ. പലരും പറഞ്ഞു കാണുമായിരിക്കും ഈ വിഷയത്തെ നീ മറികടക്കത്തില്ല. പക്ഷെ നീ ചിലതിനെ മറികടക്കും. കാരണം നമ്മോട് കൂടെയുള്ളത് സർവശക്തനായ ദൈവമത്രേ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. മോശ കടലിന്മേ കൈ നീട്ടി. മോശ കൈ നീട്ടിയതേ ഉള്ളൂ. പക്ഷെ ഒരു ദൈവ പൈതന് വേണ്ടി പ്രവർത്തിച്ചത് സ്റ്റക്കായി നിൽക്കുമ്പോ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോ അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരമത്രേ. സ്തോത്രം. നിലവിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ചലിക്കുന്നത് നീ നിസ്സഹായതയുടെ നടുവിൽ നിൽക്കുമ്പോ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഒരു നിമിഷം നിശ്ചയിച്ചു പോകുമ്പോ അതിന്റെ നടുവിലേക്ക് ചലിക്കുന്നത് എന്റെ സർവശക്തനായ ദൈവത്തിന്റെ കരമത്രേ. ഹല്ലേലൂയ. അവിടെ കാണുന്നു യഹോവ അന്ന് രാത്രി മുഴുവൻ, ഏത് രാത്രി? ഹല്ലേലൂയ. ഇസ്രായേൽ ജനം എന്നാണോ ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് അന്ന് രാത്രി. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. അത് എന്നെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. എന്നാണ് നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ തരുമെന്ന് ദൈവം പറഞ്ഞു, അന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. യഹോവ അന്ന് രാത്രി മുഴുവന് മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. തന്റെ മഹാശക്തി തന്റെ ഇസ്രായേൽ ജനതയ്ക്കു വേണ്ടി ദൈവം അങ്ങ് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ പൈതലായിരിക്കുമ്പോ, ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്ത ദൈവ പൈതലേ, ദൈവത്തിന്റെ ശക്തിയെ ദൈവം നിനക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അതേ സ്തോത്ര. എങ്ങനെയും പോട്ടെ എന്ന് വിടുകയെന്ന ദൈവമല്ല, നിനക്ക് വേണ്ടി തന്റെ മഹാശക്തിയെ ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. ഒരു മാനുഷിക ശക്തി കൊണ്ട് വിടുവിച്ച് പുറത്തു വരുവാൻ കഴിയാതിരിക്കുമ്പോ, ഒരു മാനുഷികമായ ചിന്തകൾ കൊണ്ട് പുറത്തു വരുവാൻ കഴിയാതിരിക്കുമ്പോ, സകലത്തിന്റെ മീതെ ശക്തിയുള്ള സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരാം. അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഹല്ലേലൂയ. ഒരിക്കലും ആ ചെങ്കടൽ രണ്ടായിട്ട് പിരിയുവാൻ സാധ്യമല്ല. പക്ഷേ തന്റെ മഹാശക്തിയെ താൻ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവിടെ എന്ത് ചെയ്തു? പിരിഞ്ഞു മാറാൻ സാധ്യതയില്ലാത്തത് പിരിഞ്ഞു മാറി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്ര, നിന്റെ യാത്രയുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചിലത് പിരിയുവാനായിട്ട് ഇടയായി തീരും. ദൈവം ചിലതിനെ പിരിച്ചു മാറ്റും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ നിന്റെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്നതിനെ ദൈവത്തവരെ ചിലതിനെ പിരിച്ചു മാറ്റും. ഹല്ലേലൂയ. നീ അതിന്റെ നടുവിൽ കൂടി കടക്കുവാനായിട്ട് ഇടയായി തീരാ. അവിടെ കാണുന്ന ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തു കൂടി നടന്നു പോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്ന്. സ്തോത്രം. അവർ ഭയപ്പെട്ട വിഷയത്തെ രണ്ടാക്കി മാറ്റിയിട്ട് അതിന്റെ നടുവിൽ കൂടി കടന്നുപോയി. ദൈവജനതയെ സേഫ്റ്റി ആയിട്ട് കടത്തിവിടുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. നീ ഭയപ്പെട്ടത് പിറകെ നിൽക്കുന്ന ഒരു വിഷയത്തെ കണ്ടായിരിക്കും. പക്ഷേ നിനക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം എന്തെന്ന രണ്ട് സൈഡിലും മതിലുകളെ ഉണ്ടാക്കും. നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ച ചില ചെങ്കടനെ രണ്ട് സൈഡാക്കി മാറ്റി നിന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. സ്തോത്ര. ചെങ്കലെ കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്ന ഒരു ദൈവമല്ല. ചെങ്കന്റെ നടുവിലും ഉറച്ചു നിൽക്കാൻ പറഞ്ഞു
പറഞ്ഞുകൊണ്ട് ചെങ്കടനെ വേർപിരിക്കേണ്ടതിനെ വേർപിരിച്ചുകൊണ്ട് ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ ചെങ്കട രണ്ടായി തീരുക എന്ന് പറയുന്നത് ഒരു മാനുഷികമായ ബുദ്ധി കൊണ്ട് നടക്കാത്തതൊന്നത്രേ, ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി ഇവിടെ കരമത്രേ. സ്തോത്ര. അങ്ങനെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി തങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കേണ്ടതിനായിട്ട് ദൈവം തന്റെ അത്ഭുത പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ലൈവിലായിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം ഹല്ലേലൂയ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിനായിട്ട് എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇതുവരെ നീ കാണാത്ത, ഇതുവരെ നീ അറിയാത്ത, ഇതുവരെ ആർക്കും വേണ്ടി ദൈവം ചെയ്യാത്തതായ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ പകൽക്കാലം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് അങ്ങനെ ചെയ്തു, ഇവർക്ക് ഇങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കുവാനല്ല. അതേ സ്തോത്രം. ആർക്കും ചെയ്തതുപോലെ ചെയ്യുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെയും ആരുടെയും ജീവിതത്തിൽ കാണാത്ത ഒന്നത്രേ ഒരു ദൈവ പൈതന് വേണ്ടി ആ നിശ്ചയിച്ച സമയത്ത് ദൈവം ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ദൈവ പൈതന് വേണ്ടി ഇതുവരെ ആർക്കും ചെയ്യാത്ത ഒരു ദൈവ പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതിന്റെ 30-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. ഏത് ദിവസമാണോ അവർ ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്, മിസ്രൈമിനെ കണ്ട് അവർ ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്, മുമ്പിൽ നിന്ന് ചെങ്കടനെ കണ്ട് ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്, അവിടെ പ്രിയ ദൈവമക്കളെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അന്ന് ആ ദിവസം ഹല്ലേലൂയ ഇസ്രായേലിനെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം മുമ്പിലും പിന്നിലും നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം, ആകുലപ്പെടുന്നുണ്ടായിരിക്കാം, എങ്ങനെയാ സ്റ്റെപ്പ് വയ്ക്കേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, ചിലതിന്റെ കരത്തിൽ നിന്ന് ദൈവം ഈ പകൽക്കാലം ദൈവം നിങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ. ചില വെല്ലുവിളികൾ നിങ്ങളുടെ മുമ്പിൽ കാണുമായിരിക്കാം, ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണുമായിരിക്കാം. പക്ഷേ ചിലതിന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ ദൈവം രക്ഷിക്കും. കാരണം നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. അത് ഇന്ന് നിനക്കായി ഞാൻ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവാൻ യഹോവയെ ദൈവം പറയുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ആ രക്ഷ തന്റെ ജനം കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ദൈവത്തിന്റെ രക്ഷ നിങ്ങൾ ഇന്ന് കാണും. നിങ്ങളുടെ ജോലി മേഖലയ്ക്കകത്ത് കാണും, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് കാണും, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത് നിങ്ങൾ കാണാം. നിങ്ങളുടെ യാത്രയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ രക്ഷ നിങ്ങൾ ഇന്ന് കാണാൻ പോകുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുക. എന്നെങ്കിലും കാണാൻ പോകുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ ഭയപ്പെട്ട വിഷയത്തിനകത്ത് ദൈവത്തിന്റെ രക്ഷ നിങ്ങൾ കാണാം. ചിലതിന്റെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ചിലരുടെ വാക്കുകൾ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരിക്കാം, ചിലരുടെ പ്രവൃത്തികളെ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, ചിലരുടെ നോട്ടം നിങ്ങളെ ആകുലപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലതിനകത്തുനിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ പോകുക. ഹല്ലേലൂയ. വലിയൊരു സൈന്യമായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, പിന്നിൽ നിൽക്കുന്ന വലിയൊരു സൈന്യമായിരിക്കാം. പക്ഷെ നമ്മുടെ ദൈവം ആരാ? അവരിലുള്ളവനേക്കാൾ അധികം ഉള്ളവനത്രേ, അവരിലുള്ളവനേക്കാൾ വലിയവനത്രേ, നമ്മോട് കൂടെയുള്ളവനെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്നെന്ന് പറയുന്ന ദിവസം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയപ്പെട്ട വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം രക്ഷിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന പകൽക്കാലം അത്രേ. ഒരു മാനുഷിക ബുദ്ധി കൊണ്ട് വിടുവിക്കുവാൻ കഴിയാത്ത ഇടത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. മിസ്രൈമിലെ കടൽക്കരയിൽ തത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു. യഹോവ മിസ്രൈമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേൽ കണ്ട് ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കാ. സ്തോത്ര. നിങ്ങൾ ചിലതിനെ ചാടി കടക്കുവാനായിട്ടിടയെത്തിരും. സൈന്യത്താലോ ശക്തിയാലല്ല, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സ്തോത്രം. ചിലത് കണ്ട് പിൻവാങ്ങിപ്പോക്കണ്ട, നീ മുന്നോട്ട് യാത്ര ചെയ്യ, നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുക. ഹല്ലേലൂയ. നീ പിൻവാങ്ങി പോകാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന
ശത്രു പിൻവാങ്ങിപ്പോകും. ഹല്ലേലൂയ. നീ പിൻവാങ്ങണ്ട. നിന്നെ മുന്നോട്ട് പോകാന് കർത്താവ് വിളിച്ചത്, നിന്റെ മുമ്പിൽ വഴി തുറന്നത്, ആ വഴി കൂടെ യാത്ര ചെയ്ത് വാഗ്ദത്തത്തിലേക്ക് എത്തുവാനാ. സ്തോത്രം. ഹല്ലേലൂയ. പിന്തിരിഞ്ഞു പോകുവാനല്ല. പിന്തിരിപ്പിക്കുവാൻ കടന്നു വരുന്ന ചില ശത്രു കാണുമായിരിക്കാം, പക്ഷെ അതിനെ കണ്ട് നീ ഭയപ്പെട്ട് നീ ചിതറിപ്പോകുവാനല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ കടന്നു വന്ന ഇടത്തേക്ക് നിന്നെ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരോടൊക്കെയോ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, അങ്കലാപ്പായിരിക്കുന്ന മനസ്സോടെ, ചഞ്ചലിച്ചിരിക്കുന്ന ഹൃദയത്തോടെ ഞാൻ ഇറങ്ങിയിട്ട് ഇതാണല്ലോ എന്റെ ജീവിതത്തിൽ അതെന്ന് ഓർക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് ചിലപ്പോൾ ചില ഭയങ്ങൾ കടന്നു വരാം, ചില ആകുലതകൾ കടന്നു വരാം. ഒരു നിമിഷം നീ പതറിപ്പോയെന്നിരിക്കാം, പക്ഷേ അവിടെ കൊണ്ട് തീർക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നിന്നെ പിൻപറ്റി വരുന്ന ശത്രുവിനെ നിന്റെ മുമ്പിൽ വെച്ച് തകർക്കത്തക്ക രീതി, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയത്തിലും. അതാ പറഞ്ഞത്, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാള് കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്താൽ ചിലത് ഇന്ന് സംഭവിക്കാം. മാനുഷികമായിട്ടല്ല സംഭവിക്കാൻ പോകുന്നത്. എന്റെ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി എന്റെ ദൈവത്താൽ ചിലത് നടക്കാൻ പോകുക. ചില ചെങ്കടൽ രണ്ടായി മാറാം. ചില മിസ്രൈമരുടെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. നിനക്കൊരു സ്വസ്ഥതയോടെ നിനക്ക് യാത്ര ചെയ്യേണ്ടതിനായിട്ട്, സ്വസ്ഥതയോടെ നിന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനായിട്ട് എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുക. ഇന്ന് നിങ്ങൾ കണ്ട ഭയപ്പെട്ട വിഷയം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരുക. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടത് ചിലപ്പോ ചില രോഗങ്ങളായിരിക്കാം നിന്നെ ഭയപ്പെടുത്തിയത്, ചില വാക്കുകളായിരിക്കാം നിന്നെ ഭയപ്പെടുത്തിയത്, ഞാൻ പറഞ്ഞത് ചില നോട്ടങ്ങളായിരിക്കാം നിന്നെ ഭയപ്പെടുത്തുക. അത് നിന്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി മാറുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് എന്ന് പറഞ്ഞ ദിവസം ദൈവത്തിന്റെ ഒരു അത്ഭുതം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ തട്ടിയിരിക്കുന്ന ചില ഭയത്തെ ദൈവം തമ്മിൽ എടുത്തു മാറ്റുകയാ. മുന്നോട്ട് കടന്നു പോകുക. ദൈവത്തിന്റെ ആഹ്വാനത്തെ ദൈവം കൽപ്പിക്കുക. ചിലതിനെ കണ്ട് നീ ഭയപ്പെട്ട് പിൻവാങ്ങി പോകുവാനല്ല, മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച് കടന്നു പോക. അവിടെ നിനക്ക് വേണ്ടി ചെങ്കടനെ രണ്ടാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ഉടയവൻ നിന്റെ മുമ്പാകെ ഉണ്ട്. നിനക്ക് മുമ്പായി ദൈവം കടന്നു പോകുന്നു. അവ ദുർഘടങ്ങളെ നിരപ്പാക്കുക, താമ്രക്കഥകളെ തകർക്ക, ഇരുമ്പോടാമ്പലകളെ ഖണ്ഡിച്ചു കളയോ, തുറക്കാത്ത വാതിലുകളെ ദൈവം തമ്പുരെ തുറക്ക. വേർപിരിഞ്ഞു പോകാതെ വേണ ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടുകെട്ടുകളെ ദൈവം തമ്പുരെ പിരിച്ചു കളയുവാനായിട്ട് ഇടയത്തിര. ഇന്ന് നിനക്കെതിരെ കൂട്ടുകെട്ട് നിൽക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ കൂട്ടുകളെ രണ്ടാക്കി പിരിച്ച് നിനക്ക് മതിലാക്കി നിർത്തിക്കൊണ്ട് നിന്നെ രക്ഷിക്കുന്ന ദൈവം നിന്നെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ കണ്ട് ഭയപ്പെട്ട വിഷയത്തെ എന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്കും. വിശ്വസിക്കുക ദൈവ പൈതലേ, അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടും. ചില വിഷയങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയിലാണോ, ആകുലപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാണോ, അതിനകത്തൊരു ദൈവ പ്രവൃത്തി, തന്റെ മഹാശക്തിയുള്ള ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ഈ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ പകൽക്കാലം വെളിപ്പെടട്ടെ. നിങ്ങളുടെ യാത്രയെ തടയപ്പെടുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ദൈവം പൊട്ടിച്ചു മാറ്റുകയാ. ചിലതിനെ വേർപിരിച്ചു കളയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിയതായ ദൈവം നമ്മുടെ മാനസിക ബുദ്ധി കൊണ്ട് ചിന്തിച്ച ഒരിക്കലും ചെങ്കടൽ രണ്ടായി തീരുകയല്ല, പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് നിന്നെ ഏത് സമയത്താണ് നീ ഭയപ്പെടുന്നത്, ആ ദിവസം ഹല്ലേലൂയ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്നെ ഭയപ്പെടുത്തി വിടുന്ന ഒരു ദൈവമല്ല, നിന്നെ ചിലതിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ദുഷ്ടന്റെ കണിയിൽ അകപ്പെടാതെ വേണ നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ സ്തോത്രം. ചിലത് പരിഹസിച്ചിരിക്കാം, ചിലർ നിന്ന് വെല്ലുവിളിച്ചിരിക്കാം, ഞങ്ങൾ ഇപ്പോൾ അവരെ പിടിക്കുമെന്ന്. പക്ഷേ പിടിക്കുവാൻ കടന്നു വരുന്നതിന് മുമ്പേ അവരും നാം തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കേണ്ടതിനായിട്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ട് മതിൽ കാക്കുന്ന ഒരു ഉടയവനുണ്ട്. സ്തോത്രം. ഈ പകൽക്കൽ ആരുടെയൊക്കെയോ മേൽ ഒരു സംരക്ഷണത്തിന്റെ മതില് ദൈവം തമ്മിൽ ഇടാൻ പോകുക. ദൈവത്തിന്റെ പ്രവർത്തിക്ക് മുമ്പായിട്ട് നിന്നെ പിടിച്ചു കളയുവാൻ കടന്നു വരുന്ന ശത്രുമണ്ഡല നിന്നെ കാണാതിരിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, പ്രിയ ദൈവ പൈതലേ, പ്രിയ കുടുംബമേ, ദൈവം നിന്റെ മേൽ ഇടുകയാ. ഹല്ലേലൂയ. അത് അവിടെ വചനത്തിൽ
കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വായിച്ച ഭാഗത്തിന്റെ ആ ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാത്രി മുഴുവനും ഇസ്രായേലിന്റെ സൈന്യം തമ്മിൽ അടുക്കാതവണ അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്ക് രാത്രിയെ പ്രകാശമാക്കി തീർത്തു. അതെ, ചിലർ നിന്റെ അടുക്കിലേക്ക് എത്താതവണ്ണം ദൈവത്തിന്റെ റൈറ്റ് ടൈമിനകത്തേക്ക് നിന്റെ വിടുതൽ ഒരുക്കി വെച്ചിരിക്കുമ്പോ ആ ടൈമിന് മുമ്പേ നിന്നെ പിടിച്ചു കളയുക, നിന്നെ നശിപ്പിച്ചു കളയുക ശത്രു പതിയിരിക്കുമ്പോ അത് നിന്റെ അടുക്കൽ എത്താതവണ അതിർവരം വിട്ട് സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കര ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പോകുക. ദൈവത്തിന്റെ ഒരു സംരക്ഷണ വലയ ഇന്ന് ശബ്ദം കേൾക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവത്തമ്പുരാൻ ഇടാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ തകർക്കാനോ നിന്നെ തൊടുവാനോ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. നീ ദൈവത്തിന്റെ സംരക്ഷണത്തിലാ. ഹല്ലേലൂയ. നീ പറഞ്ഞിരിക്കാം, ഇനി ഇത് ഏത് സമയം വിടുതൽ നടക്കും, എപ്പോഴെ ഇതിനകത്ത് വിടുതൽ നടക്കും എന്നുള്ള ചോദ്യങ്ങൾ കടന്നു വരാം. പക്ഷേ ശത്രു നിന്നെ തൊടാതിരിക്കേണ്ടതിനായിട്ട്, അവൻ നിന്റെ മേൽ ദൃഷ്ടി വെക്കാതിരിക്കേണ്ടതിനായിട്ട് ഇസ്രായേൽ ജനതവും ഇസ്രായേലും തമ്മിൽ ഒരു അതിർവരം വിട്ട് ദൈവം കാത്തതുപോലെ ഒരു അതിർവരമ്പുകളെ ദൈവം നിനക്ക് വേണ്ടി ഇട്ടിട്ട് നിന്നെ കാക്കുന്ന ഒരു ഉടയവന്റെ കര നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ ഭയപ്പെട്ട വിഷയത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഈ രാത്രി പകൽക്കാലം ചലിക്കുവാനായിട്ടിടയെത്തിര. ഇന്ന് കണ്ട് നിങ്ങൾ ഭയപ്പെട്ട വിഷയങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന് മാറുന്ന പകൽക്കാലം അത്രേ. ഒരു മാനസികമായ കരമല്ല നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നത്, മഹാശക്തിയുള്ള ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ചില വിഷയങ്ങളുടെ നടുവേ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടുമ്പോ, നിരാശപ്പെട്ടിരിക്കുമ്പോ ആ വിഷയങ്ങളുടെ നടുവിലേക്ക് ഭയപ്പെടേണ്ട, മുന്നോട്ട് പോകാൻ അരുളിച്ചത കർത്താവിന്റെ കരം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. മുന്നിലേക്ക് കടന്നു പോകുമ്പോ അവരെ തകർക്കുവാൻ നിൽക്കുന്ന ചെങ്കടൽ കർത്താവ് അവരുടെ മുമ്പിൽ നിന്ന് മാറ്റി അവരെ യാത്രയിലേക്ക്, അപ്പൊ അവരെ എത്തിക്കേണ്ട ഇടത്തേക്ക് എത്തിക്കുന്ന ദൈവത്തിന്റെ കര യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന നിമിഷത്തിന്റെ വിടുതൽ വരെയും ശത്രുവിനെ തൊടാതവണ ദൈവത്തിന്റെ സംരക്ഷണ ഓരോ കുടുംബത്തിനകത്തും വ്യക്തികളുടെ മേല്, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേല് ദൈവം തമ്പുരാൻ ഇടുന്നതിനായി സ്തോത്ര. അങ്ങയുടെ ജനത്തിന്റെ വിഷയങ്ങളുടെ നടുവേ ദൈവത്തിന്റെ കരം ചലിക്കണം. ഇന്ന് കണ്ട മിശ്രമയ, ഇന്ന് കണ്ട രോഗം, ഇന്ന് ഭയപ്പെടുത്തിയ ചില വാക്കുകൾ ഇനി അവരുടെ ജീവിതത്തിൽ കടന്നു വരാതോണ യേശുവിന്റെ നാമത്തിൽ ചിലത് അവരുടെ മുമ്പിൽ നിന്നും മാറിപ്പോകട്ടെ. തന്റെ ജനം സന്തോഷിക്കട്ടെ, തന്റെ ജനം ആനന്ദിക്കട്ടെ. അങ്ങനെയുള്ള രക്ഷ അവരനുഭവിപ്പാ ദൈവം ഇടയാക്ക്. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.